എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. നമ്മൾ PSC ഓൺലൈൻ പരിശീലനത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. നമ്മൾ മാത്സിലെ ഭിന്നസംഖ്യകൾ എന്ന ഭാഗമാണ് ഇവിടെ തുടങ്ങുക. ഭിന്നസംഖ്യകൾ മിക്കവാറും PSC പരീക്ഷകളിലും സ്ഥിര സാന്നിധ്യമായ ചോദ്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഭിന്നസംഖ്യകൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഭിന്നസംഖ്യകളുടെ താരതമ്യത്തെ സംബന്ധിച്ച ചോദ്യങ്ങളുണ്ട്. ഭിന്നസംഖ്യകളിൽ തന്നെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈപ്പുകളുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഭിന്നസംഖ്യകളെ സംബന്ധിച്ച് നമുക്ക് ചോദിക്കുന്ന ചില പ്രാക്ടിക്കൽ എക്സാമ്പിളുകൾ, ഭിന്നസംഖ്യകൾ ഉൾപ്പെടുന്ന രീതിയിൽ ചില പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് നമുക്ക് പരീക്ഷകളിൽ കാണാറുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്കൊരു 4-5 ഭാഗങ്ങളായി ആയിരിക്കും നമ്മൾ പൂർത്തിയാക്കുക. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതിൽ നമുക്ക് ആവശ്യമായി തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളൊരു നോട്ട് രൂപത്തിൽ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മൊഡ്യൂളുകൾ കൊണ്ട് ഈ ഭാഗത്ത് നിന്ന് എന്ത് ചോദ്യം നമുക്ക് ഒരു മത്സര പരീക്ഷയിൽ ചോദിച്ചാലും ഉത്തരം എഴുതാൻ പാകത്തിന് നമ്മൾ അതിലേക്ക് പ്രിപ്പയർഡ് ആവാൻ പോവുകയാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഭിന്നസംഖ്യകൾ എന്ന ആശയം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം. എവിടെയാണ് നമുക്ക് ഭിന്നസംഖ്യകൾ വേണ്ടി വരിക? അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. അതായത് നമ്മൾ മുൻപ് പല ടോപ്പിക്കുകളിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പൂർണ്ണസംഖ്യകളുടെ ചോദ്യങ്ങളാണ് കൂടുതലും ഉൾപ്പെടുക. നമുക്കൊരു PSC പരീക്ഷ എടുത്താൽ അല്ലെങ്കിൽ ഏതൊരു മത്സര പരീക്ഷ എടുത്താലും മാത്സിൻ്റെ ഭാഗത്തു നിന്നുള്ള 10 ചോദ്യങ്ങൾ എടുത്താൽ ആ 10 ചോദ്യങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങളിലും എപ്പോഴും ഉൾപ്പെടുക പൂർണ്ണസംഖ്യകളായിരിക്കും. അതിൽ തന്നെ ഒരു 2-3 ചോദ്യങ്ങളിലായിരിക്കാം നമുക്ക് ഭിന്നസംഖ്യകൾ എന്ന ആശയം ആവശ്യം വരിക. അപ്പോൾ പൂർണ്ണസംഖ്യകൾ എന്നാൽ നമുക്ക് ദശാംശ ഭാഗമോ ഭിന്നസംഖ്യാഭാഗമോ ഇല്ലാത്ത ഒരു പൂർണ്ണമായ ഒരു ഭാഗം മാത്രം, അതായത് ഒരു ഇൻറ്റിജർ പാർട്ട് മാത്രം ഉൾപ്പെടുന്ന ഒരു സംഖ്യയാണ് നമ്മൾ പൂർണ്ണസംഖ്യ എന്ന് വിളിക്കുക. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇൻറ്റിജർ എന്നാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്ത സംഖ്യകളുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഒന്നുകിൽ ഒരു ദശാംശ സംഖ്യയായോ അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യയായോ അതിനെ പ്രതിനിധീകരിക്കാം. ഇപ്പോൾ 1 കഴിഞ്ഞാൽ 2-ന് മുമ്പായിട്ട് കുറേ സംഖ്യകൾ വരുന്നുണ്ട്, അല്ലേ? 1-നും 2-നും ഇടയിലുള്ള സംഖ്യകൾ. അപ്പോൾ ആ സംഖ്യകളെ നമ്മൾ സാധാരണ എഴുതുക. ഇപ്പോൾ 1/2 എന്നാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ അതിനെ 1.5 എന്നോ അല്ലെങ്കിൽ അതിനെ 1-ഉം 1/2 എന്നുള്ള ഈ 2 രീതിയിലാണ് നമ്മൾ സാധാരണഗതിക്ക് ഇതിനെ എഴുതാറുള്ളത്. അതിൽ തന്നെ ചില സംഖ്യകളെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സംഖ്യകളുണ്ട്. എന്നാൽ ചില സംഖ്യകളെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ സാധിക്കും. അപ്പോൾ അത്തരം സംഖ്യകളെല്ലാം നമ്മൾ ഈ ഒരു അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ പോകുന്നു. ഇപ്പോൾ ഭിന്നസംഖ്യകളുടെ ആ ഒരു ആദ്യത്തെ പാർട്ടിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഭിന്നസംഖ്യ എന്നാൽ എന്താണ്? ആ ഭിന്നസംഖ്യകളെ നമുക്ക് ഏതൊക്കെ തരത്തിൽ തരംതിരിക്കാം, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിനേക്കുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആയിക്കഴിയും. ഓക്കെ, ഭിന്നസംഖ്യകളിൽ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് ഭിന്നസംഖ്യകളും അഭിന്നസംഖ്യകളും എന്നുള്ള ആ ഒരു തരംതിരിവ്. ഭിന്നസംഖ്യകളുണ്ട്, അഭിന്നസംഖ്യകളുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്കതിനെ ഭിന്നസംഖ്യകളെ നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം, ഫ്രാക്ഷൻസ് എന്നാണ് നമ്മൾ പറയുക. എന്നാലും നമുക്ക് ഭിന്നകങ്ങൾ എന്നുള്ള ഒരാശയം ഭിന്നസംഖ്യയായി എഴുതാൻ സാധിക്കുന്ന ഒരു സംഖ്യയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭിന്നസംഖ്യ എഴുതാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാവാനിടയുള്ള ഒരു സ്ഥലമാണ്. അതായത് 2-നെ നമുക്ക് ഒരു ഭിന്നകം ആയിട്ട് എഴുതാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് 2-നെ ഭിന്നകമായി എഴുതാൻ സാധിക്കും. എങ്ങനെയൊക്കെയാണ്? 2/1 എന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് 4/2 എന്നെഴുതാം, അല്ലെങ്കിൽ 6/3 എന്നെഴുതാം. ഇതെല്ലാം 2-നെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ സാധിക്കുന്ന മാർഗ്ഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ 2 ഒരു ഭിന്നകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു ഭിന്നകമായി എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. എന്നാൽ ചില സംഖ്യകളെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഖ്യകൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. അതാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കി പോകേണ്ട കാര്യം. അതായത് അഭിന്നകങ്ങൾ അല്ലെങ്കിൽ അഭിന്ന സംഖ്യകൾ. ഈ 2 രീതിയിലാണ് നമുക്ക് പറയാറുള്ളത്. അഭിന്നകം ഏത് അല്ലെങ്കിൽ അഭിന്നക സംഖ്യ ഏത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ അഭിന്ന സംഖ്യ എന്നുള്ളതിന് സിമ്പിളായിട്ടുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമ്മളെപ്പോഴും കാൽക്കുലേഷൻസിൽ ഉപയോഗിക്കുന്ന ചില വാല്യൂസ് ഞാൻ പറയാം. ഒന്ന് റൂട്ട് ഉപയോഗിച്ച് വരുന്ന, ഇപ്പോൾ √2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ √3 എന്ന് പറയുക, അല്ലെങ്കിൽ √5. പ്രധാനമായും ഈ അഭാജ്യ സംഖ്യകളുടെ റൂട്ട് എന്നുള്ള രീതിയിൽ കരണികളായി വരുന്ന ചില സംഖ്യകൾ, ഇതൊക്കെ നമുക്ക് അഭിന്നകങ്ങൾക്ക് ഉദാഹരണമാണ്. കാരണം
ഇവയ്ക്ക് നമുക്ക് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്രോക്സിമേറ്റ് വാല്യൂ എഴുതാം, ഏകദേശ വില നമുക്ക് കണക്കാക്കാം. എങ്കിലും ഇപ്പം √2 എന്ന് പറഞ്ഞാൽ ഓർമ്മയുള്ളവരുണ്ടാകും 1.41 അല്ലെങ്കിൽ 1.414 എന്നൊക്കെ നമുക്ക് പറയാറുണ്ട്. പക്ഷേ അതൊരു പൂർണ്ണമായ ആശയമല്ല. നമ്മളൊരു കാൽക്കുലേഷന് വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടി ഇപ്പോൾ √3 എന്ന് പറയുന്ന 1.73 ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ അതൊന്നും ഒരു പൂർണ്ണമായ സംഖ്യയല്ല, നമ്മളതിൻ്റെ ഏകദേശ വില മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ അഭിന്നക സംഖ്യകൾക്കുള്ള ഉദാഹരണങ്ങളാണ്, അഭിന്നകങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു പോപ്പുലറായ നമുക്ക് മിക്കവാറും പരീക്ഷകളിലൊക്കെ കാണാറുള്ള ഒരു അഭിന്നക സംഖ്യയാണ് പൈ എന്ന് പറയുന്നത് ഒരു അഭിന്നക സംഖ്യയാണ്. കാരണം അതൊരു നോൺ റെക്കറിങ്, അതൊരു ടെർമിനേറ്റ് ചെയ്യാത്ത രീതിയിൽ വരുന്ന ഒരു ദശാംശ സംഖ്യയാണ്. അതിന് നമുക്ക് ഒരിക്കലും ഒരു ഭിന്നക രൂപമായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു പെർഫെക്റ്റായിട്ട് നമുക്കൊരു ഫ്രാക്ഷനാക്കി നമുക്കതിനെ പ്രതിനിധീകരിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് പൈ എന്ന് പറയുന്നത് തീർച്ചയായും ഒരു അഭിന്നക സംഖ്യയാണ്. അവിടെയും നമുക്കൊരു സംശയം വരാം. പൈക്ക് നമുക്ക് മത്സര പരീക്ഷകളിൽ ഉപയോഗിക്കുന്ന ഒരു ഫോമുണ്ട് 22/7. 22/7 എന്നൊരു ഭിന്നസംഖ്യാ രൂപമല്ലേ എന്നൊരു ചോദ്യം നമുക്ക് മനസ്സിൽ വരാം. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കുക 22/7 എന്ന് പറയുന്നത് പൈയുടെ ഏകദേശ വില മാത്രമാണ്, അപ്രോക്സിമേറ്റ് വാല്യൂ മാത്രമാണ്, ഒരിക്കലും അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ അല്ല. അപ്പോൾ അതുകൊണ്ട് പൈ എന്ന് പറയുന്നത് തീർച്ചയായും ഒരു അഭിന്നകത്തിനുള്ള ഉദാഹരണമാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി പറയാം, ഭിന്നസംഖ്യ എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ a/b എന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കുന്ന ഏതൊരു സംഖ്യയും നമുക്ക് ഭിന്നസംഖ്യ എന്ന് പറയാം. വളരെ സിമ്പിളാണ്. അപ്പോൾ a/b രൂപത്തിൽ എഴുതാൻ സാധിക്കുന്ന സംഖ്യകളെ ഭിന്നസംഖ്യ എന്നും a/b രൂപത്തിൽ കൃത്യമായി നിർവചിക്കാൻ സാധിക്കാത്ത സംഖ്യകളെ നമ്മൾ അഭിന്നക സംഖ്യകളായും തരംതിരിക്കുന്നു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 3 വാക്കുകളാണ്. അതായത് ഭിന്നസംഖ്യകളെ നമുക്ക് 3 തരത്തിൽ അതിനെ പ്രതിനിധീകരിക്കാൻ സാധിക്കും. അതായത് ഒന്നുകിൽ അതൊരു സാധാരണ ഭിന്നം എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ വിഷമഭിന്നം, അതുമല്ലെങ്കിൽ മിശ്രഭിന്നം. ചില ഭിന്നസംഖ്യകളെ നമുക്ക് വിഷമഭിന്നമായും എഴുതാം. വിഷമഭിന്നമായി എഴുതാവുന്ന എല്ലാ ഭിന്നസംഖ്യകളെയും നമുക്കതിന് തത്തുല്യമായുള്ള മിശ്രഭിന്ന രൂപത്തിലും എഴുതാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായും 2 തരം ഭിന്നസംഖ്യകൾ നമുക്ക് ആദ്യമേ ഒന്ന് പരിചയപ്പെടാം. 2 തരം ഭിന്നസംഖ്യകൾ. ഒന്ന് സാധാരണ ഭിന്നം. സാധാരണ ഭിന്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും അതിൻ്റെ വില 1-ൽ താഴെയായിരിക്കും. ഒരു ഭിന്നസംഖ്യ നമുക്ക് ആവശ്യം വരുന്നത് എപ്പോഴാണ്? 1-ൽ താഴെയുള്ള ഒരു സംഖ്യയെ അല്ലെങ്കിൽ ഒരു സംഖ്യാഭാഗത്തിനെ നമ്മൾ പ്രതിനിധീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഭിന്നസംഖ്യയുടെ ഉപയോഗം എടുക്കുക. അപ്പോൾ ഭിന്നസംഖ്യ എപ്പോഴും സാധാരണ ഭിന്നം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് 1-ൽ താഴെ വിലയുള്ള ഒരു ഭിന്നസംഖ്യ ആയിരിക്കണം. അതാണ് സാധാരണ ഭിന്നം എന്ന് പറയുക. സാധാരണ ഭിന്നം എന്നുള്ളതിന് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സാധാരണ ഭിന്നം എന്നാൽ 1-ൽ താഴെ മാത്രം വില വരുന്ന ഒരു ഭിന്നസംഖ്യയാണ്. അപ്പോൾ 1-ൽ താഴെ വില വരുന്ന നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഭിന്നസംഖ്യകൾ, കൂടുതൽ ഉപയോഗിക്കുന്ന ഭിന്നസംഖ്യകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും അതിൻ്റെ ന്യൂമറേറ്റർ 1 വരുന്ന ഭിന്നസംഖ്യകളാണ് നമ്മൾ കൂടുതലായി ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ 1/2, അതായത് പകുതി, ഏറ്റവും കൂടുതൽ കോമൺ ആയി നമ്മൾ ഉപയോഗിക്കുന്ന ഭിന്നസംഖ്യ തീർച്ചയായും 1/2 അല്ലെങ്കിൽ 2-ൽ1 ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ 3-ൽ1, അല്ലെങ്കിൽ പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് 4-ൽ1, പിന്നെ 3/4 ഭാഗം എന്നുള്ള അർത്ഥത്തിൽ വരുന്ന 4-ൽ3. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഭിന്നസംഖ്യകൾ. ഇതിൻ്റെ എല്ലാം ഒരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇതിൻ്റെ എല്ലാം വില 1-ൽ താഴെയാണ്. അപ്പോൾ 1-ൽ താഴെ വില വരുന്ന ഒരു ഭിന്നസംഖ്യയ്ക്ക് നമ്മൾ സാധാരണ ഭിന്നം എന്ന് പറയും എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അതിൻ്റെ എല്ലാം നമുക്ക് മറ്റൊരു രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണത് പറയേണ്ടത്? ഒരു ഭിന്നസംഖ്യയിലെ മുകളിൽ വരുന്ന സംഖ്യയെ നമ്മൾ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ എന്നും താഴെ വരുന്ന സംഖ്യയെ ഛേദം അഥവാ ഡിനോമിനേറ്റർ എന്നും പറയുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഭിന്നസംഖ്യയിൽ അംശം ഛേദത്തേക്കാൾ കുറവാണെങ്കിൽ, നമ്മൾ എഴുതിയിരിക്കുന്ന 4 ഭിന്നസംഖ്യകൾ നോക്കൂ, 4 എണ്ണത്തിലും അംശത്തിൻ്റെ വാല്യൂ കുറവും ഛേദത്തിൻ്റെ വാല്യൂ കൂടുതലുമാണ്. അപ്പോൾ അംശം ഛേദത്തേക്കാൾ കുറവ് വരുന്ന ഭിന്നസംഖ്യകളെ നമ്മൾ സാധാരണ ഭിന്നം എന്നാണ് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്ത് പറയാം? അംശം ഛേദം എന്നീ വാല്യൂസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാതെ തന്നെ നമുക്ക് പറയാം 1-ൽ താഴെ വില വരുന്ന 1-ൽ താഴെ വില വരുന്ന ഭിന്നസംഖ്യകളെയാണ് സാധാരണ ഭിന്നം എന്ന് പറയുക. അപ്പോൾ വിഷമഭിന്നം എന്താണെന്ന് കൂടി നമുക്ക് ആ കൂട്ടത്തിൽ മനസ്സിലാക്കണം. വിഷമഭിന്നം എന്ന് പറഞ്ഞാൽ 1-നേക്കാൾ കൂടുതൽ വില വരുന്ന ഭിന്നസംഖ്യകളാണ്. വിഷമഭിന്നം എന്നാൽ 1-ലധികം വില വരുന്ന, 1-ന് മുകളിൽ വരുന്ന ഭിന്നസംഖ്യകളെയാണ് വിഷമഭിന്നം എന്ന് പറയുക. അപ്പോൾ ഒരു ഭിന്നസംഖ്യയ്ക്ക് വില 1-ലധികം വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതിൻ്റെ അംശം വലുതും ഛേദം ചെറുതുമായിരിക്കും.
തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഭിന്നസംഖ്യകൾ കൂടി ഉദാഹരണങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ 3/2 എന്ന് ഞാൻ എഴുതി. 3/2 തീർച്ചയായും അതൊരു വിഷമ ഭിന്നമാണ്. കാരണം അതിൻ്റെ അംശം വലുതാണ്, ഛേദം ചെറുതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വില 1-ൽ കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 3/2 ഒരു വിഷമ ഭിന്നമാണ്. അതുപോലെ തന്നെ മറ്റ് വിഷമ ഭിന്നങ്ങൾക്ക് ഉദാഹരണം എഴുതാം. 5/4 എന്ന് നമ്മൾ എഴുതുന്നു, ഒരു വിഷമ ഭിന്നമാണ്. ഇപ്പോൾ 11/5 എന്നെഴുതിയാൽ ഒരു വിഷമ ഭിന്നമാണ്. 16/7 എന്നെഴുതിയാൽ ഒരു വിഷമ ഭിന്നമാണ്. അപ്പോൾ ഇതെല്ലാം വിഷമ ഭിന്നങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ വിഷമ ഭിന്നങ്ങളുടെ എല്ലാം പ്രത്യേകത എന്താണ്? വില 1-ലധികമായിരിക്കും. അതിനെ നമുക്ക് അംശം ഛേദം എന്നീ ആശയങ്ങളുടെ പിൻബലത്തിൽ പറഞ്ഞാൽ നമുക്കതിനെ ഇങ്ങനെ നിർവചിക്കാം. അംശത്തിൻ്റെ വില ഛേദത്തിൻ്റെ വിലയേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മളതിനെ വിഷമ ഭിന്നം എന്ന് പറയുന്നു. അപ്പോൾ സാധാരണ ഭിന്നവും വിഷമ ഭിന്നവും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കേണ്ടത് മിശ്ര ഭിന്നം എന്താണ്. മിശ്ര ഭിന്നം എന്നാൽ മിക്സഡ് ഫ്രാക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ മിശ്ര ഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു പൂർണ്ണസംഖ്യാഭാഗവും ഉണ്ടാകും, ഒരു ഭിന്നസംഖ്യാഭാഗവും ഉണ്ടാകും. ഒരു ഹോൾ നമ്പർ പാർട്ടും ഒരു ഫ്രാക്ഷണൽ പാർട്ടും ചേരുന്ന രീതിയിൽ ഒരു ഭിന്നസംഖ്യയെ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ മിശ്ര ഭിന്നം എന്ന് വിളിക്കുക. അതും നമ്മൾ തീർച്ചയായും കണ്ടിട്ടുള്ള കാര്യമാണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഇപ്പോൾ മിശ്ര ഭിന്നമാണെങ്കിലും മിശ്ര ഭിന്നമായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിക്ക് അതിൻ്റെ വില 1-ൽ കൂടുതലായിരിക്കണം. കാരണം 1-ലധികമാണെങ്കിലല്ലേ ഒരു പൂർണ്ണസംഖ്യാഭാഗം അവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് 1-ലധികമാണെങ്കിലാണ് നമുക്കതിനെ മിശ്ര ഭിന്നമായിട്ടും എഴുതാൻ സാധിക്കുക. അപ്പോൾ നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഒരു സാധാരണ ഭിന്നത്തിന് ഒരു മിശ്ര ഭിന്നത്തിൻ്റെ രൂപമില്ല. സാധാരണ ഭിന്നത്തെ നമ്മൾ ഒരിക്കലും മിശ്ര ഭിന്നമായിട്ട് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഏതിനെയാണ് നമ്മൾ മിശ്ര ഭിന്നമായിട്ട് എഴുതേണ്ടി വരിക? നമ്മളൊരു വിഷമ ഭിന്നത്തെയാണ് മിശ്ര ഭിന്ന രൂപത്തിലേക്ക് മാറ്റേണ്ട ആവശ്യം വരിക. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി പുതുതായിട്ട് പഠിച്ചു. വിഷമ ഭിന്നത്തെയും മിശ്ര ഭിന്നത്തെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഏതൊരു മിശ്ര ഭിന്നത്തെയും നമുക്ക് വിഷമ ഭിന്നമായി എഴുതാം. അതുപോലെ തന്നെ ഏതൊരു വിഷമ ഭിന്നത്തെയും നമുക്ക് മിശ്ര ഭിന്നമായും എഴുതാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ഒരു മിശ്ര ഭിന്നത്തിനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഉദാഹരണങ്ങൾ ഞാൻ പറയാം. 1/2 എന്നുള്ളതിനെ നമ്മൾ സാധാരണ എഴുതാറുള്ള ഒരു രീതിയാണിത്. 1ഉം 2-ൽ1. അപ്പോൾ 1 എന്ന് പറയുന്നത്, ഈ 1 എന്ന് പറയുന്നത് അവിടെ എന്താണ്? ഒരു പൂർണ്ണസംഖ്യാഭാഗമാണ്. ഈ ബാക്കിയുള്ള അര എന്ന് പറയുന്നത് അല്ലെങ്കിൽ 2-ൽ1 എന്ന് പറയുന്നത് ഒരു ഭിന്നസംഖ്യാഭാഗമാണ്. അപ്പോൾ ഒരു പൂർണ്ണസംഖ്യാഭാഗവും ഒരു ഭിന്നസംഖ്യാഭാഗവും ചേർത്ത് എഴുതുന്ന രീതിക്കാണ് ഒരു മിശ്ര ഭിന്നം എന്ന് പറയുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം ഞാൻ എഴുതാം. ഇപ്പോൾ 4/4 എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളതിനെ എഴുതുന്നത് എങ്ങനെയാണ്? 4ഉം 4-ൽ3 എന്നാണ് എഴുതുക. അപ്പോൾ ഇതും ഒരു മിശ്ര ഭിന്ന രൂപത്തിനുള്ള ഉദാഹരണമാണ്. ഇതുപോലെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമുക്ക് എഴുതാൻ സാധിക്കും. ഒരു ഫോംസാണ്, ഈ 3 രൂപങ്ങളാണ് ഒരു ഭിന്നസംഖ്യയ്ക്ക് സാധാരണഗതിയിൽ ഉള്ളത്. അടുത്തതായി നമ്മൾ പഠിക്കുന്ന ടേമാണ് വ്യുൽക്രമം. വ്യുൽക്രമം എന്നാൽ ഇംഗ്ലീഷിൽ പറയുന്നത് റെസിപ്രോക്കൽ. അതായത് ഒരു ഭിന്നസംഖ്യയുടെ വ്യുൽക്രമം എന്താണ് എന്ന് ചോദിച്ചാൽ 1/, ആ ഭിന്നസംഖ്യ, അതാണ് വ്യുൽക്രമം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു പൂർണ്ണസംഖ്യ എടുക്കാം. ഇപ്പോൾ 2ൻ്റെ വ്യുൽക്രമം എന്താണ്? 2ൻ്റെ വ്യുൽക്രമം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം 1/2 ആണ്. ഇപ്പോൾ 5ൻ്റെ വ്യുൽക്രമം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായും അറിയാം 1/5 ആണ്. എന്ന് പറയുന്നത് പോലെ ഒരു ഭിന്നസംഖ്യയാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ 4/5 എന്ന ഒരു ഭിന്നസംഖ്യയുടെ വ്യുൽക്രമം എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് നേരെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് അതിൻ്റെ അംശവും ഛേദവും തിരിച്ചിടുന്നതായിരിക്കും. അംശവും ഛേദവും നേരെ ഇൻവേഴ്സ് ചെയ്യുന്നതായിരിക്കും ഒരു സംഖ്യയുടെ വ്യുൽക്രമം എന്ന് പറയുക. അപ്പോൾ തിയററ്റിക്കലി പറഞ്ഞാൽ നമ്മളിങ്ങനെയാണ് പറയേണ്ടത്. ഇപ്പോൾ എക്സ് എന്നത് ഒരു സംഖ്യയാണെങ്കിൽ അതിൻ്റെ വ്യുൽക്രമം എന്നത് 1/x ആയിരിക്കും. ഇതുമായി വളരെയധികം സാമ്യമുള്ള മറ്റൊരു കാര്യമാണ് ഗുണന വിപരീതം. ഗുണന വിപരീതവും പലപ്പോഴും വ്യുൽക്രമം എന്ന ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാശയം തന്നെയാണ്. നമുക്ക് മുന്നോട്ടുള്ള ചോദ്യങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഗുണന വിപരീതം എന്താണ് എന്നുള്ളത് എക്സാമ്പിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. നമുക്ക് ഈ പറഞ്ഞ ആശയങ്ങളുമായി ചേർന്ന് പോകുന്ന ചില ബേസിക് എക്സാമ്പിൾസാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, 11/3 എന്ന സംഖ്യയെ മിശ്ര ഭിന്ന രൂപത്തിൽ എഴുതുക. 11/3 എന്നൊരു സംഖ്യ നമുക്കുണ്ട്. നമുക്കറിയാം 11/3 ഒരു ഭിന്നസംഖ്യയാണ്. തീർച്ചയായും അത് ഏത് തരം ഭിന്നസംഖ്യയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് വിഷമ ഭിന്നം എന്നാണ് പറയേണ്ടത്. വിഷമ ഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന രൂപത്തിലാണ് 11/3 ഉള്ളത്. അപ്പോൾ ഒരു വിഷമ ഭിന്നത്തെ നമുക്ക് തീർച്ചയായും മിശ്ര ഭിന്നം ആക്കി മാറ്റാനായിട്ട് സാധിക്കും.
അല്ലേ? അപ്പോൾ ഏതൊരു വിഷമ ഭിന്നത്തെയും നമുക്ക് മിശ്രഭിന്ന രൂപത്തിലേക്ക് മാറ്റാം. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ നമുക്ക് ഒരു ഫ്രാക്ഷൻ്റെ എൻട്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് പലപ്പോഴും നമുക്ക് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അതായത് ഒന്നുകിൽ ഒരു വിഷമ ഭിന്നം തന്നിട്ട് നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് ആയ മിശ്രഭിന്ന രൂപം എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഒരു മിശ്രഭിന്നമാക്കി തന്നിട്ട് നമുക്കതിനെ വിഷമഭിന്ന രൂപത്തിലേക്ക് മാറ്റേണ്ട ആവശ്യവും വരാം. അപ്പോൾ അതിനുള്ളൊരു ഉദാഹരണമാണ് ഇവിടെ തന്നിരിക്കുക. 11/3 എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പ്രോപ്പർ വേയിൽ ചിന്തിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 11നെ 3 കൊണ്ട് ഹരിക്കുന്നു. 11നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 11ൽ നിന്ന് എത്ര 3കൾ പോകും? 3 3കളാണ് നമുക്ക് പൂർണ്ണമായി 11ൽ നിന്ന് കിട്ടുക. 3 3 എന്നാൽ 9 അപ്പോൾ ആ 9 പോയ ശേഷം 11ൽ ഒരു 2 മിച്ചം കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 11/3നെ എങ്ങനെ മിശ്രഭിന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ, നമുക്ക് പൂർണ്ണസംഖ്യാഭാഗം എന്ന് പറയുന്നത് ഈ കോഷ്യൻ്റ് അല്ലെങ്കിൽ ഹരണഫലം ആയിരിക്കും. നമ്മൾ ആ ഹരണം നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹരണഫലമാണ് മിശ്രഭിന്നത്തിലെ പൂർണ്ണസംഖ്യാഭാഗമായി മാറുക. പിന്നെ അവിടെ ഒരു ശിഷ്ടം നമുക്ക് കിട്ടുന്നുണ്ട്. ശിഷ്ടം എത്രയാണ് ഇവിടെ? 2. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ഹരിച്ചത്? 3 കൊണ്ട്. 3 കൊണ്ട് ഹരിച്ചപ്പോൾ 2 ശിഷ്ടം കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ പൂർണ്ണസംഖ്യകൾ കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് 3ൽ 2 ആയിരിക്കും. നമ്മളൊന്നുകൂടെ പറയാം. അതായത് റിമൈൻഡർ അഥവാ ശിഷ്ടം 2 പിന്നെ നമ്മൾ ഹരിച്ചത് 3 കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ 2/3 2 അവശേഷിക്കുന്നു. 3 ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു പൂർണ്ണസംഖ്യ കിട്ടിയേനെ. അപ്പോൾ അതിൽ 2 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കതിനെ ഒരു ഭിന്നസംഖ്യയായിട്ട് എഴുതാം, 2/3. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ മിശ്രഭിന്നം അല്ലെങ്കിൽ വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കി മാറ്റുന്ന രീതി. ഒരു ഉദാഹരണം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇപ്പോൾ 11/3 എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ഞാൻ മറ്റൊരു ഭിന്നസംഖ്യ പറയുകയാണ്. 27/8 എന്നൊരു ഭിന്നസംഖ്യയാണ് തരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? നമുക്ക് സിമ്പിളായിട്ട് ആലോചിച്ചത് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ ഉദാഹരണമായതുകൊണ്ടാണ് നമ്മളത് വർക്കൗട്ട് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ അത് വിശദീകരിച്ചത്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആലോചിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ചെറിയ സംഖ്യകൾക്കൊക്കെ. അപ്പോൾ 27/8 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചിന്തിക്കും? 27ൽ നിന്ന് എത്ര 8 നമുക്ക് എടുക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുക ആദ്യം. അപ്പോൾ 27ന് താഴെയുള്ള 8ൻ്റെ ഗുണിതം എന്ന് പറയുന്നത് 24 അല്ലേ? 24 എന്ന് പറഞ്ഞാൽ 3 തവണ 8 എടുക്കുന്നതാണ്. അപ്പോൾ 3 8കൾ നമുക്ക് പൂർണ്ണമായി എടുക്കാൻ സാധിക്കും. ഇനി 24 എടുത്ത ശേഷം ബാക്കി ഇനി എത്രയുണ്ട്? ഒരു 3 അവിടെ അവശേഷിക്കുന്നുണ്ട്. എത്രയിൽ? നമുക്ക് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സംഖ്യ 8. അപ്പോൾ 3ഉം 3/8 എന്ന രീതിയിലായിരിക്കും 27/8നെ നമ്മൾ മിശ്രഭിന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ഒരു വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കി മാറ്റേണ്ടത്. ഇനി നമുക്ക് നേരെ തിരിച്ചുള്ള രീതി നോക്കാം. അതായത് ഒരു മിശ്രഭിന്നം നമുക്ക് തന്നിട്ട് തുല്യമായ വിഷമഭിന്നം കണ്ടുപിടിക്കാൻ പറയുന്നു. 9ഉം 5ൽ 2ഉം അതിന് തുല്യമായ വിഷമഭിന്നം ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നേരെ തിരിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടി വരിക. നമുക്ക് ആദ്യം ആ മിശ്രഭിന്നത്തെ നമുക്കൊന്ന് എടുത്തെഴുതാം ഒരു വ്യക്തതയ്ക്കായിട്ട്. 9ഉം 5ൽ 2ഉം എന്നുള്ളതാണ് മിശ്രഭിന്നം. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന സംഖ്യകളെ 9നെയും 5നെയും തമ്മിൽ ഗുണിക്കുക. 9നെയും 5നെയും തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടുന്നത് 9 × 5 എന്നൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. എന്നിട്ട് ഈ ന്യൂമറേറ്ററിലുള്ള ആ ഒരു റിമൈൻഡർ അതും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് കൂട്ടുക. എന്നിട്ട് തന്നിരിക്കുന്ന സംഖ്യയിലെ അതേ ഛേദം തന്നെ, അതേ ഡിനോമിനേറ്റർ തന്നെ നമ്മൾ എടുക്കുന്നു. അതായത് 5 കൊണ്ട് തന്നെ ഹരിക്കുന്നു. ഇതായിരിക്കും ഈ സംഖ്യയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിഷമഭിന്ന രൂപം. നമുക്കറിയാം 9 × 5 45. 45നോട് 2 കൂട്ടിയാൽ 47 കിട്ടുക. അപ്പോൾ 47/5 എന്നതാണ് 9ഉം 5ൽ 2ഉം എന്നുള്ള സംഖ്യയ്ക്ക് ആ ഒരു മിശ്രഭിന്നത്തിന് തുല്യമായ വിഷമഭിന്നമായി നമുക്ക് എടുക്കാം. നമുക്കൊരു വ്യക്തതയ്ക്ക് വേണ്ടി നമുക്കതിനെ തിരിച്ചും കൂടി ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം അല്ലേ? 47/5നെ നമ്മൾ നേരെ തിരിച്ചായിരുന്നു ചോദ്യമെങ്കിൽ, 47/5നെ മിശ്രഭിന്ന രൂപത്തിലേക്ക് മാറ്റുക എന്നായിരുന്നു ചോദ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? 47നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 കിട്ടുക അല്ലേ? 9 5 45. ഇനി എത്ര മിച്ചമുണ്ട്? ഒരു 2 കൂടി അവിടെ മിച്ചം വരുന്നുണ്ട്. ഇനി ഡിനോമിനേറ്ററിന് ഒരു സംഖ്യയിലും മാറ്റമുണ്ടാവില്ല. ഒരു മിശ്രഭിന്നത്തിലും അതിന് തുല്യമായ വിഷമഭിന്നത്തിലും തീർച്ചയായും നമുക്ക് ശിഷ്ടത്തിന് മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അഭിന്നകം ഏത്? അഭിന്നകമായ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. അതായത് ഇറാഷണൽ നമ്പർ എന്നുള്ളതാണ് അഭിന്നകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അഭിന്നകം ഏത് എന്ന് ചോദ്യം. 4 ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്.
√144, √1, പിന്നെ 3/4, അതുപോലെ √2. അപ്പോൾ ഇതിൽ √144 നമുക്ക് ഓരോ ഓപ്ഷൻസും ഒന്നൊന്നായി നമുക്ക് പരിശോധിക്കാം. √144 എന്നത് നമുക്കറിയാവുന്ന ഒരു സംഖ്യയാണ്, നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. 144 എന്നാൽ 12ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ √144 എന്ന് പറയുന്നത് 12ആണ്. ഇനി 12നെ നമുക്ക് ഭിന്നസംഖ്യയായി എഴുതാൻ സാധിക്കുമോ എന്ന് നമ്മളൊന്ന് സ്വയം ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് ഇഷ്ടംപോലെ രീതിയിൽ നമുക്കതിനെ എഴുതാൻ സാധിക്കും, അല്ലേ? ഇപ്പോൾ 12നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ഒന്നുകിൽ 12/1 എന്നെഴുതാം, അല്ലെങ്കിൽ 24/2 എന്നെഴുതാം. നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്കതിനെ ഭിന്നസംഖ്യയായി എഴുതാൻ സാധിക്കും. ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. 1 എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമുക്കതിനെ ഭിന്നസംഖ്യയായി എഴുതാൻ സാധിക്കും. കാരണം 1/1 അല്ലെങ്കിൽ 2/2 ഇതെല്ലാം 1ന് തുല്യമായ വില തരുന്ന ഭിന്നസംഖ്യകളാണ്. അപ്പോൾ അതും അല്ല എന്ന് മനസ്സിലായി. ഇനി അടുത്തത് നോക്കിയാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു ഭിന്നസംഖ്യ തന്നെയാണ് തന്നിരിക്കുക, 3/4. നമ്മൾ സാധാരണ എപ്പോഴും പരിചയപ്പെട്ടിരിക്കുന്ന ഒരു ഭിന്നസംഖ്യയാണ് 3/4. തീർച്ചയായും അതൊരു അഭിന്നകമല്ല. ഇനി അതുകൊണ്ട് തന്നെ നാലാമത്തെ ഓപ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. എങ്കിലും ഒന്നുകൂടി നമുക്ക് പറയാം, √2 എന്നുള്ളത്. √2 എന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. √2, √3, √5, √7 അങ്ങനെയുള്ള സംഖ്യകളൊക്കെ തന്നെ അഭിന്നകങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ്. ഇതിനെ ഒന്നും നമുക്കൊരു a/b ഫോമിൽ, അഭിന്നകം എന്നാൽ എന്താണ് എന്നൊന്നുകൂടി ഒന്ന് പറഞ്ഞു പോകാം. a/b എന്നുള്ള ഫോമിൽ, അംശം ബൈ ഛേദം എന്നുള്ള രൂപത്തിൽ എഴുതാൻ സാധിക്കാത്ത സംഖ്യകളെയാണ്, റിയൽ നമ്പേഴ്സിനെയാണ് നമ്മൾ എങ്ങനെ പറയുക? അഭിന്നകം എന്ന രൂപത്തിൽ പറയുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 സംഖ്യകളിൽ അഭിന്നകം ഏത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് √2, ഓപ്ഷൻ ഡിയിലുള്ള √2 ആണ് നമുക്ക് ഉത്തരമായി വരിക. അടുത്ത ചോദ്യം, 5ൻ്റെ ഗുണന വിപരീതം ഏത്? ഗുണന വിപരീതം. അപ്പോൾ ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യയ്ക്ക് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഗുണന വിപരീതം എത്ര എന്നുള്ളത്. അപ്പോൾ 5ൻ്റെ കേസ് നമുക്കെടുക്കാം. 5ൻ്റെ ഗുണന വിപരീതം ഏത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് അതിൻ്റെ വ്യുൽക്രമം തന്നെയാണ്, 1/5 തന്നെയാണ് നമുക്ക് ഉദാഹരണം അതിൻ്റെ ഉത്തരമായി വരിക. പക്ഷേ എന്നാലും നമുക്ക് ആശയം ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കേണ്ടത് കൊണ്ട് നമുക്ക് 2-3 ഉദാഹരണങ്ങളായിട്ട് നമുക്കതൊന്ന് വിശദീകരിച്ച് പറയാം. അപ്പോൾ 5ൻ്റെ ഗുണന വിപരീതം എത്ര എന്ന് ചോദിച്ചാൽ 5നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് നമ്മൾ ഗുണിച്ചു. 5നെ ഏതോ ഒരു സംഖ്യ, അതിപ്പോൾ x കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 1 എങ്കിൽ x എത്ര? ഇതിനാണ് നമ്മൾ ഗുണന വിപരീതം എന്ന് പറയുക. അപ്പോൾ 5ൻ്റെ ഗുണന വിപരീതം എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താണ്? ഒരു സംഖ്യയെ, ആ 5നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 1 കിട്ടും എന്നുള്ളതാണ് ഗുണന വിപരീതം എന്ന ആ ഒരു ചോദ്യത്തിൻ്റെ ആശയം. അപ്പോൾ 5നെ 1 കിട്ടാനായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ സംശയം ഉണ്ടാക്കുന്ന ഒരു ചോദ്യമല്ല. 1/5 അതിൻ്റെ വ്യുൽക്രമം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും. ഇനി നമുക്ക് 1-2 എക്സാമ്പിൾസും കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ നമുക്കൊരു ഭിന്നസംഖ്യ നമുക്ക് തരാം. ഇപ്പോൾ 4/3ൻ്റെ ഗുണന വിപരീതം എത്ര എന്നാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോൾ 4/3 നിന്ന് അതിനെ 1 മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും, അംശവും ഛേദവും പരസ്പരം ക്യാൻസലായി പോകണം. അപ്പോൾ നമ്മൾ തീർച്ചയായും അതിൻ്റെ വ്യുൽക്രമമായ 3/4 കൊണ്ടായിരിക്കും ഗുണിക്കേണ്ടി വരിക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 1 അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം എത്രയായിരിക്കും? 3/4 ഇനി ഇത്തരത്തിൽ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, കുറച്ചുകൂടി ഒന്ന് കൺഫ്യൂസിംഗ് ആയിട്ട് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഒരു സൈൻ ചേഞ്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വാല്യൂ തരുന്നു. ഇപ്പോൾ -2ൻ്റെ ഗുണന വിപരീതം എത്ര? -2ൻ്റെ ഗുണന വിപരീതം എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടേണ്ടത് 1. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ നടക്കണം. 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്ക് ഈ നെഗറ്റീവ് ചിഹ്നം അവിടെ ക്യാൻസലായി പോകണം. രണ്ടാമത്, നമുക്ക് കിട്ടുന്ന 2നെ 1 കുറയ്ക്കുകയും വേണം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനെ ഗുണിക്കേണ്ടി വരിക -1/2 കൊണ്ടായിരിക്കും. പക്ഷേ അവിടെയും നമ്മൾ എന്ത് തന്നെ ചിന്തിച്ചാൽ മതിയാവും? നമ്മൾ വ്യുൽക്രമം എന്ന് ചിന്തിച്ചാൽ -2ൻ്റെ വ്യുൽക്രമം എത്രയാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും പാടില്ല, അതിൻ്റെയും വ്യുൽക്രമം എത്രയാണ്? -1/2 തന്നെയാണ്. കാരണം വ്യുൽക്രമം എടുക്കുക എന്ന് പറഞ്ഞാൽ 1/, ഒരു സംഖ്യയാണ് എടുക്കുന്നത്. അപ്പോൾ 1/-2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ സൈൻ എത്രയായിരിക്കും? ഒരു പോസിറ്റീവ് സംഖ്യയെ ഒരു നെഗറ്റീവ് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് തീർച്ചയായും കിട്ടുന്നത് ഒരു നെഗറ്റീവ് സംഖ്യ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം -1/2 തന്നെയാണ്. അപ്പോൾ ആ രീതിയിലാണെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു നെഗറ്റീവായിട്ടുള്ള ഭിന്നസംഖ്യയാണെങ്കിൽ, ഇപ്പോൾ -3/4 ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പറയാം
ഒരു നെഗറ്റീവ് സംഖ്യയുടെ വ്യുൽക്രമമായാലും അല്ലെങ്കിൽ അതിങ്ങനെ പറയുന്നു ഗുണന വിപരീതം എന്ന് പറയുന്നു, എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അത് നെഗറ്റീവ് സംഖ്യ തന്നെയായിരിക്കും. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ വ്യുൽക്രമം എടുക്കുക. അതായത് അംശവും ഛേദവും നേരെ തിരിയുന്നു. അപ്പോൾ -4/3 എന്ന് നമുക്ക് ഉത്തരം എഴുതാം. ഈ രണ്ട് സംഖ്യകളെ ഗുണിച്ചാലായിരിക്കും നമുക്ക് 1 ഗുണനഫലം കിട്ടുക. അപ്പോൾ ആ ടേം ഒന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ ഒരു സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 1 ഉത്തരമായി കിട്ടുമോ ആ സംഖ്യയ്ക്കാണ് എന്ത് പറയുക? ആദ്യത്തെ സംഖ്യയുടെ ഗുണന വിപരീതം എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൻ്റെ ചില അടിസ്ഥാനമായ എലമെൻ്ററി ആയിട്ടുള്ള ആശയങ്ങളാണ് മനസ്സിലാക്കി പോയത്. എന്തൊക്കെയാണ് ഭിന്നസംഖ്യകളെന്ന് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ നമുക്കവയെ എഴുതാമെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട ചെറിയ ചില ചോദ്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ കൂടുതൽ ഭിന്നസംഖ്യകളെ പറ്റി കൂടുതലായി നമുക്ക് വരുന്ന അധ്യായങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. താങ്ക് യു.